ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 15-ാമത്തെ ശ്ലോകം നോക്കാം. തദ്ദാമബധ്യമാനസ്യ സ്വാർഭകസ്യ കൃതാഗസ ദ്വ്യംഗുലോനമഭൂത്തേന സന്തതേന്യച്ച ഗോപികാ. തദ്ദാമബധ്യമാനസ്യ, തദ്ദാമ, തത് ദാമ, രണ്ട് വാക്കുകളുണ്ട്. തത് എന്ന് പറഞ്ഞാൽ ആ, ദാമ എന്ന് പറഞ്ഞാൽ കയറ്, ദാമം കയറ്. ബധ്യമാനസ്യ, ബന്ധിക്കപ്പെടുന്നവനുമായിട്ടുള്ള, സ്വാർഭകസ്യ കൃതാഗസ, സ്വാർഭകസ്യ, സ്വ അർഭകസ്യ, സ്വ തൻ്റെ, അർഭകസ്യ കുട്ടിയുടെ, തൻ്റെ കുട്ടിയുടെ, അതായത് തൻ്റെ കൃഷ്ണനുണ്ണിയുടെ, കൃതാഗസ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തവനായിട്ടുള്ള, ഇപ്പോൾ ഉണ്ണിക്ക് തന്നെ തോന്നിയിരിക്കുന്നു താന് തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഭാവത്തിലാണല്ലോ ആ ഉണ്ണിയുടെ നിൽപ്പ്. അങ്ങനെയുള്ള ആ ഉണ്ണിയുടെ, അങ്ങനെ ഉണ്ണിയെ ബന്ധിക്കുവാനായിട്ട്, കുറ്റം ചെയ്തവനായിട്ടുള്ള തൻ്റെ ഉണ്ണിയെ ബന്ധിക്കുവാനായിട്ട് ആ കയറെടുത്ത് യശോദാമത ബന്ധിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാകട്ടെ ദ്വ്യംഗുലോനമഭൂത്തേന, ദ്വ്യംഗുലോനം അഭൂത തേന, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ദ്വ്യംഗുലോനം, ദ്വി അങ്കുലോനം, 2 അങ്കുലം, 2 കൈവിരൽ നീളത്തിൽ, അഭൂത്, അത് ആ 2 കൈവിരൽ നീളത്തിൽ പോരാ, ആ കയറിന് നീളം പോരാതെയാകുന്നു. യശോദാമ്മ കയർ കൊണ്ട് ബന്ധിക്കാൻ നോക്കുമ്പോൾ അഭൂത്, അങ്ങനെയായി തീർന്നിരിക്കുന്നു. എന്താ, 2 കൈവിരൽ നീളം കുറവുണ്ട്. തേന, അതുകൊണ്ട് സന്തതേന്യച്ച ഗോപിക, സന്തതേ അന്യത ച, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സന്തതേന്യച്ച. സന്തതേ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുവാനായിട്ട്, അന്യത വേറൊന്ന്, ഗോപിക ആ യശോദ വേറൊരു കയറും കൂടി എടുത്തുകൊണ്ട് വന്ന് അതും കൂടി അങ്ങോട്ട് കൂട്ടിക്കെട്ടി. ഇനി എന്നിട്ട് തൻ്റെ ഈ ഉണ്ണിയെ ഈ കയർ കൊണ്ട് അങ്ങോട്ട് ബന്ധിക്കണം. ഒരു കയർ, ചെറിയ കയറായിരുന്നോ അമ്മ ആദ്യം എടുത്ത്, എന്താ തൻ്റെ ഉണ്ണി ചെറിയ ഉണ്ണിയാണല്ലോ എന്ന് കരുതിയിട്ട് ചെറിയ കയർ എടുത്തുകൊണ്ട് വന്ന് ബന്ധിക്കാൻ നോക്കി. പക്ഷേ അപ്പോൾ ആ ഉണ്ണിയെ ബന്ധിക്കുവാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ വേറെ ഒരു കയറും കൂടി എടുത്തിട്ട് വന്നിട്ട് ആ കയറും കൂടി കൂട്ടിക്കെട്ടിയിട്ട് ഉണ്ണിയെ ബന്ധിക്കുവാനുള്ള ശ്രമമാണ്. അപ്പോൾ കയർ രണ്ടും ഇപ്പോൾ കൂട്ടിക്കെട്ടി അമ്മ. ആ യശോദാമ്മയ്ക്ക് അറിയില്ലല്ലോ, ഈ വിശ്വമാകുന്ന കയർ മുഴുവനും എടുത്താലും വിശ്വത്തിനും അതീതമായി നിൽക്കുന്ന വിശ്വം യാതൊന്നിലാണോ നിലകൊള്ളുന്നത് അതിനെ ബന്ധിക്കുവാനാകില്ല എന്ന്. അമ്മ ഏതായാലും ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആ ഉണ്ണിയെ ബന്ധിക്കുവാനായിട്ട് അടുത്ത കയറും എടുത്തുകൊണ്ട് വന്ന് കൂട്ടിക്കെട്ടി. ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദ്ദാമബധ്യമാനസ്യ സ്വാർഭകസ്യ കൃതാഗസ ദ്വ്യംഗുലോനമഭൂത്തേന സന്തതേന്യച്ച ഗോപികാ. ഇത് വായിക്കാൻ കുറച്ച് പ്രയാസം തോന്നിയേക്കാം തുടക്കക്കാർക്ക്. ആദ്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കൃതാഗസ, അവിടെ വിസർഗമുണ്ട്. പിന്നെ ദ്വ്യംഗുലോനമഭൂത്തേന, ദ്വായുണ്ട്, അതിൻ്റെ കൂടെ യ എന്നുള്ളതിൻ്റെ വ്യ, വ്യ, ദ്വ്യംഗുലോനമ അഭൂത്തേന. അത് വായിക്കാൻ തുടക്കക്കാർക്ക് അല്പം ബുദ്ധിമുട്ടാകും. അതിന് വ്യ എന്ന് എടുത്ത് വായിച്ച് ശീലിച്ച് അത് പതിയെ പതിയെ കൂട്ടിച്ചേർത്ത് ദ്വ്യംഗുലോനം എന്ന് എടുക്കാൻ പറ്റും. അവിടെയും അഭൂത്തേന, അവിടെ അഭൂത്, മായ്ക്കാകാരം കൊടുക്കണം. ദ്വ്യംഗുലോനം അഭൂത്തേന, അവിടെ അഭൂത തേന, ത കൂട്ടക്ഷരം, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത സന്തതേന്യച്ച, അവിടെ എകാരം നീട്ടിയെടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 16-ാമത്തെ ശ്ലോകമാണ്. യദാസി തദപി ന്യൂനം തേനാന്യദപി സന്തതേ തദപി ദ്വ്യംഗുലം ന്യൂനം.
യദ്യദാദത്തബന്ധനം യദാസീത്തദപി യഥാ ആസീത് യഥാ എപ്പോഴാണോ അവിടെ യഥാ ആസീത് തത് അപി ഇങ്ങനെ 4 വാക്കുകളുണ്ട്. യഥാ എപ്പോഴാണോ ആസീത് ആസീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ, അതായത് എപ്പോഴാണോ അപ്പോൾ തത് അപി ഇവിടെ തത് എന്ന് പറഞ്ഞാൽ അതും എന്നുള്ള അർത്ഥം. തത് അപി അതും ന്യൂനം എന്ന് പറഞ്ഞാൽ പോരാതെ വരിക. അപ്പോൾ എപ്പോഴാണോ ഈ 2 വിരൽ നീളം പോരാതെ വന്നത് അപ്പോൾ അടുത്തത് കൂട്ടിക്കെട്ടി. എന്നിട്ടോ തദപി അതും അപ്പോൾ ന്യൂനം 2 വിരൽ നീളം പോരാ. അപ്പോഴോ തേന അന്യതപി സന്തത്തെ തേന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അന്യതപി മറ്റൊന്നിനെയും കൂടി വേറൊന്നും കൂടി സന്തതേ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ 2-3 കയറായിരിക്കുന്നു. എല്ലാം കൂട്ടിച്ചേർത്ത് വരുമ്പോഴും തദപി ദ്വ്യങ്കുലം ന്യൂനം അതിനും ദ്വ്യങ്കുലം 2 അങ്കുലം 2 കൈവിരൽ നീളത്തിൽ ന്യൂനം കുറവ് അനുഭവപ്പെടുന്നു, പോരാതെ വരുന്നു. അപ്പോൾ 3 കയറിൻ്റെ കാര്യം നമ്മളിവിടെ വ്യാസഭഗവാൻ പറഞ്ഞു. പക്ഷേ എന്നിട്ടൊന്നും അത് വേണ്ടത്ര നീളത്തിൽ കിട്ടുന്നില്ല. യഥാദത്ത ബന്ധനം അവിടെ യദ്യദാദത്ത ബന്ധനം അവിടെ വാക്കുകൾ യത് ആദത്ത 3 വാക്കുകളാണ്. യദ്യദാദത്ത യത് ഏതേത് ആദത്ത കൊണ്ടുവന്നെങ്കിലും. അപ്പോൾ ഇവിടെ ഈ ഓരോ കയറെടുത്ത് കൂട്ടിക്കെട്ടാൻ നോക്കുമ്പോഴും എല്ലാ കയറിനും എത്ര കയർ കൂട്ടിക്കെട്ടിയിട്ടും 2 അങ്കുലം കുറവായിട്ടാണ് കാണുന്നത്. 2 വിരൽ നീളം കുറവായിട്ടാണ്, പോരാ എന്ന് വന്നിരിക്കുന്നു. അങ്ങനെ ഇവിടെ ആ രംഗത്തിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? ധാരാളം ഗോപസ്ത്രീകളും ഒക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. യശോദാമ്മയുടെയും കണ്ണൻ്റെയും ഈ ലീലകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പോയി വീണ്ടും കയറെടുത്തിട്ട് വരും. എന്താ അവരും കുറച്ച് നാളായി വിചാരിക്കുന്നു ഈ ഉണ്ണിയെ ഒന്ന് കെട്ടിയിടണം, വികൃതി അല്പം കൂടുതലാണെന്ന്. അങ്ങനെ അവരും പോയി അവരുടെയൊക്കെ വീടുകളിൽ നിന്നും കയറെടുത്തിട്ട് വന്നു. പക്ഷേ അപ്പോഴൊക്കെയും എത്ര കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും അപ്പോഴൊക്കെയും 2 അങ്കുലം നീളം എപ്പോഴും കുറവായിട്ട് കണ്ടു. സന്തതേന്യച്ച ഗോപിക ഈ യശോദാമ്മ. അപ്പോൾ ഗോപിക എന്നിവിടെ ഉദ്ദേശിച്ച് യശോദാമ്മയാണ്. അപ്പോഴൊക്കെയും ഈ ഗോപികമാർ എത്ര കൊണ്ട് കൊടുത്തിട്ടും അപ്പോഴൊക്കെയും ഈ യശോദാമ്മ ഇത് കൂട്ടിക്കെട്ടാൻ നോക്കുമ്പോൾ 2 അങ്കുലീയം കുറവായിട്ടാണ് നീളം കാണുന്നത്. നോക്കൂ ഭഗവാന്റെ ഒരു മായ അല്ലേ. ബന്ധിക്കാനാവാത്ത ഒന്നിനെ ബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ ബന്ധിതനാവുന്നതല്ല താനെന്ന് യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ ഉണ്ണിയെ ഞാൻ ബന്ധിക്കുമെന്ന ഒരു ഭാവം ആ ഉണ്ണിയോട് അമ്മയ്ക്ക് മാതൃവാത്സല്യം നന്നായിട്ടുണ്ട്. പക്ഷെ എന്നാലും താൻ ആ തെറ്റ്, തൻ്റെ പൊന്നുണ്ണിയുടെ തെറ്റുകുറ്റങ്ങൾ ഇപ്പോൾ തിരുത്തിയില്ലെങ്കിൽ അവനത് തിരുത്തപ്പെടാനൊരു അവസരം കിട്ടാതെ വരുമോ, താൻ വേണമല്ലോ അമ്മയായി നിന്ന് തെറ്റു പറഞ്ഞു കൊടുക്കുവാൻ എന്ന് കരുതിയിട്ടൊരു കുഞ്ഞു ശിക്ഷ നൽകുവാനായി പുറപ്പെട്ടതാണ് യശോദാമ്മ. അമ്മ അതുകൊണ്ട് ആ ഉണ്ണിയെ ബന്ധിച്ചൊരു ശിക്ഷ കൊടുക്കുക തന്നെ വേണമെന്നുള്ള നിലപാടിൽ നിന്നും പിന്നോട്ട് പോയതുമില്ല. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യഥാസീത്തദപി ന്യൂനം തേനാന്യദപി സന്തതേം തദപി ദ്വ്യങ്കുലം ന്യൂനം യദ്യദാദത്തബന്ധനം. ഈ ശ്ലോകം വായിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യഥാസീത്തദപി യഥാ ആസീത് തത് അപി ഇങ്ങനെ 4 വാക്കുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ യഥാസീത് അവിടെ 2 വിശ്ലേഷണമുണ്ട്. ആകാരം നീട്ടിയെടുക്കുക. അതുപോലെ കൂട്ടക്ഷരം തദപി അവിടെ ദായിക്ക് ആകാരം കൊടുക്കണം, ആപി. പിന്നെ അടുത്ത തേന അന്യതപി, തേന അന്യത അപിയാണ്. അവിടെയും ആകാരം ശ്രദ്ധിച്ച് വായിക്കുക.
പിന്നെ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ദ്വ്യങ്കുലം, ദ്വ്യങ്കുലം, അങ്ങനെ തന്നെ അത് കഴിയുന്നതും തെറ്റാതെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് യദ്യദാദത്ത, യത് ആദത്ത, യദ്യദാദത്ത, അതും കൂടി ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. ക്ഷമിക്കണം, 17ാമത്തെ ശ്ലോകം. ഏവം സ്വഗേഹദാമാനി യശോദാ സന്തധത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാഭവത്. ഏവം സ്വഗേഹദാമാനി, ഇപ്രകാരം തൻ്റെ ഗൃഹത്തിലുള്ളതായിട്ടുള്ള ദാമാനി, കയറുകളെല്ലാം യശോദ സന്ധതത്യപി, ആ യശോദാമ്മ സന്ധതതി അപി, കൂട്ടിച്ചേർത്ത് കെട്ടിനോക്കിയെങ്കിലും അപ്പോഴൊന്നും സാധിക്കാതെ വന്നപ്പോൾ ഗോപീനാം സുസ്മയന്തീനാം, ആ ഗോപീനാം ഗോപസ്ത്രീകളൊക്കെയും സുസ്മയന്തീനാം, അവർ കളിയാക്കി ചിരിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ ഈ യശോദാമ്മയെ ഒരു ഉണ്ണിയെപ്പോലും ബന്ധിക്കുവാൻ കഴിയാതെ വരുന്നു. ഉണ്ണിയുടെ വികൃതി, ഉണ്ണി അടങ്ങി നിന്നിട്ടും ഇത്രയും കയറിട്ടിട്ട് ഈ യശോദാമ്മയ്ക്ക് എന്തേ ബന്ധിക്കാൻ കഴിയാത്ത എന്നും പറഞ്ഞ് കളിയാക്കി ചിരിക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും സ്മയന്തി വിസ്മിതാഭവത്, സ്മയന്തി, അവിടെ മറ്റു ഗോപസ്ത്രീകളൊക്കെ ചിരിച്ചപ്പോൾ യശോദാമ്മയ്ക്ക് ഉള്ളിലൊരു വിഷമമുണ്ടെങ്കിലും പുറമേ ചിരിച്ചുകൊണ്ട് വിസ്മിതാഭവത്, വിസ്മിത അഭവതാണ്, വിസ്മിതാഭവത്, വിസ്മിത എന്ന് പറഞ്ഞാൽ അത്യത്ഭുതം തോന്നി. ഇതെന്താ ഇപ്പോൾ താൻ ഇത്രയും കയറിട്ട് കെട്ടിയിട്ടും ഈ ഉണ്ണിയെ ബന്ധിക്കുവാനാകാത്തത് എന്നൊരു അത്ഭുതം കൂറുന്ന ഭാവമായിരുന്നു യശോദാമ്മയ്ക്ക്. അഭവത്, അങ്ങനെയായി തീർന്നു യശോദാമ്മയുടെ ഭാവം. എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ണിയെ ബന്ധിക്കുവാൻ ഇത്രയേറെ കയറ് താൻ എടുത്തിരിക്കുന്നു, എന്നിട്ടും തൻ്റെ ഗൃഹത്തിലുള്ള കയറുകളെല്ലാം എടുത്തു, അത് ഏകദേശം തീർന്നു, എല്ലാ കയറും കൂട്ടിക്കെട്ടിട്ട് എന്താ ഈ 2 അങ്കുലീയം മാത്രം അങ്ങോട്ട് കയറ് എത്താതെ വരുന്നത്, പോരാതെ വരുന്നത് എന്നൊരു അതിശയഭാവമായി യശോദാമ്മയിൽ നിന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം സ്വഗേഹദാമാനി യശോദാ സന്തധത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാഭവത്. ഇവിടെ ഇത്രയും കയറുകൾ കൂട്ടിക്കെട്ടിയപ്പോഴും 2 അങ്കുലീയം കുറഞ്ഞു നിന്നത് ആചാര്യന്മാർ പറയാറുണ്ട്. മമ അഹം എന്ന ഈ 2 ഭാവങ്ങൾ നിൽക്കുന്നിടത്തോളം ആ ഭഗവാനെ നമുക്ക് ഭഗവാനോട് അടുക്കുവാൻ കഴിയില്ല, ഭഗവാനെ ബന്ധിക്കുവാൻ കഴിയില്ല എന്ന്. കാരണം ഞാൻ എൻ്റേത് എന്നുള്ള ഭാവം, ഞാൻ എൻ്റെ ഉണ്ണിയെ ബന്ധിക്കും എന്നുള്ള ഭാവം വന്നപ്പോൾ യശോദാമ്മ എത്ര കയറിട്ട് കൂട്ടിക്കെട്ടിയിട്ടും ആ ഉണ്ണിയെ ബന്ധിക്കുവാനാകുന്നില്ല. മറിച്ച് എൻ്റെ ഭഗവാനെ, എന്തേ ഈ ഉണ്ണിയെ ഒന്ന് ബന്ധിക്കുവാനാവുന്നില്ല, ഒന്ന് ബന്ധിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒന്ന് അപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത് മുന്നേ നടന്നേനെ. ആദ്യത്തെ കയറുകൊണ്ട് തന്നെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും ഭഗവാനിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഫലം ഭഗവാൻ തന്നെ അത് നേരെയാക്കി തരും, അല്ലേ? ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ കർമ്മണ്യേവാധികാരസ്ഥെ, നമുക്ക് കർമ്മം ചെയ്യുവാൻ മാത്രമേ അധികാരമുള്ളൂ. റിസൾട്ട് ചിലപ്പം മറിച്ചായിരുന്നാൽ പോലും നമ്മളത് ഭഗവാനിൽ സമർപ്പിതമായിട്ട് ചെയ്യുമ്പോൾ ഭഗവാൻ അത് സ്വാഭാവികമായും അത് ഓട്ടോമാറ്റിക്കലി അത് നേരെയാക്കി തരും. അതിൻ്റെ റിസൾട്ടും ഭംഗിയായി തന്നെ വരും. ഇവിടെ ഭഗവാനോട് അപേക്ഷിച്ചില്ല, മറിച്ച് ഏതൊരു ഭഗവാനാണോ ഇവിടെ ഉണ്ണിയായിട്ട് യശോദാമ്മയുടെ മുൻപിൽ നിൽക്കുന്ന ആ ഉണ്ണിയെ ഞാൻ ഇപ്പോൾ ബന്ധിക്കുമെന്ന ഭാവത്തോടു കൂടി, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം വിടാതെ ഇരിക്കുന്നിടത്തോളം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും അതിന് ശരിയായ ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല. നമ്മൾ കർമ്മം ചെയ്യില്ല എന്നല്ല, പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തിയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് അതുകൊണ്ട് എത്തിക്കുകയില്ല. മറിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും ഭഗവാനെങ്കിൽ അർപ്പിച്ചുകൊണ്ട്, ഭഗവാനെ ഇത് അവിടുത്തെ പ്രീതിക്കായിക്കൊണ്ടാണ് ചെയ്യുന്നത്, ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കണമേ, അവിടുന്ന് അത് വേണ്ട വിധത്തിൽ നടത്തിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്താൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിലുമൊക്കെ എത്രയോ 10 മടങ്ങ് മേലെ അത്
ഭഗവാൻ നേരെയാക്കി തരും, നന്നാക്കി നടത്തിത്തരും. ഇവിടെയും അതാണ് കാണിച്ചു തരുന്നത്. ഈ അമ്മയുടെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഒരു ഭാവം നിൽക്കുന്നിടത്തോളം ഭഗവാൻ ഭക്തന് വഴങ്ങില്ല. ആ ഭാവം വിട്ടിട്ട് ഭഗവാനാണ് സർവവും എന്ന ഭാവത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ ഭക്തദാസനായി മാറുന്നു. ഭഗവാൻ ഭക്തന് അപ്രാപ്യമായി നിന്നിരുന്ന ഭഗവാൻ ഭക്തൻ്റെ ദാസനായി മാറും. അപ്പോൾ വേണ്ടത് ആ ഒരു സമർപ്പണ മനോഭാവമാണ് എന്നിവിടെ കാണിച്ചു തരികയാണ് നമുക്ക്. ഇനി അടുത്തത് നമുക്ക് 18ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.